സർ കൊണ്ടുവരും സാർ. നമ്മുടെ ഈ മീറ്റിംഗ് ഒരു ഈശ്വര പ്രാർത്ഥനയോടെയും എല്ലാവരും ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് മൗന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുന്നില്ല അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സാറുണ്ട്, സമാർക്കൻ സാറുണ്ട്, ഭാസ്കരൻ സാറുണ്ട്, എം പി മാത്യു സാറുണ്ട്, എം ഡി ജോസ് സാറുണ്ട്, നാർപ്പനാഥ് സാറുണ്ട്, സാറുണ്ട്, ഐസക് സാറുണ്ട്. ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് പേര് മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് അവരുടെ ഓണക്കാരും അവരുടെ ആത്മാവും നിത്യശാന്തി ചെയ്യുന്നതിന് നമ്മൾ ഒരു നിമിഷം ഈ ഞങ്ങളുടെ അറിയിച്ചതനുസരിച്ച് ഇവിടെ വന്നു ചേർന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ഒറ്റ വാക്ക് സ്വാഗതം പറയുന്നു. രണ്ട് വാക്ക് എല്ലാവരോടും സംസാരിച്ചാൽ കൊള്ളാറുണ്ട്. സുഹൃത്ത് സാറിനെ വിളിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു എത്ര വന്നതെന്ന് ഞാൻ ഉറപ്പമില്ല. എനിക്ക് രാത്രി 2 മണി ഇരുന്നാലും ഉറപ്പമില്ല. ഇതിങ്ങനെ ആലോചിക്കും. എൻ്റെ പഴയ സാറന്മാരെ പറ്റി, പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വിളിച്ചു കുട്ടികളെ മീറ്റിംഗ് നടത്തിയാൽ എന്താണെന്ന് ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിഖിൽ സാറിനെ വിളിച്ചു. എൻ്റെ വെൽവിഷറാണ് നിഖിൽ സാർ. സാർ ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നു. എന്താ സാർ ശരി ശരിയാക്കാം. ഇവിടെ നിന്ന് ജോസഫ് സാറിന് നമുക്ക് അതിനുശേഷം രവിമാർ സാർ എല്ലാവരും അങ്ങനെ തുടങ്ങിയ ഒരു സംഗതിയാണ് ഈ കരുത്ത്. ഇത്രയധികം സക്സസ് ഭയങ്കര ആവേശം. എന്താ നമ്മുടെ അപ്പോൾ ആദ്യമായി ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സാറിനെ ഒന്നാമത് അറിയിച്ച് കൺവീനറായിട്ടുള്ള സുഗതൻ ഈ മീറ്റിംഗിലേക്ക് സ്വീകരിക്കുന്നു. ഒറീസ ഗവൺമെന്റിൽ നിന്നും 3 പേർക്കും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും 3 പേർക്കും 6 സീറ്റ് മാറ്റി
ഒരു പ്രോഗ്രാം അന്ന് അന്നത്തെ കോഴ്സിന്റെ ചീഫായിരുന്നു. അപ്പൊ അങ്ങനെ 1989 തന്നെ എന്റെ ഇനിഷ്യേറ്റീവില് കേരള യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെന്റേറ്റീവായിട്ട് മോസ്റ്റ് ഓഫ് പ്രോഗ്രാം ഉണ്ട്, ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ അത് അനേക വർഷങ്ങൾ ആരോഗ്യവാനായി ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി പരമേശ്വരൻ സാറിനെ ഒരു 2 വാക്ക് പറയാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് പഴയ കോളേജ് എന്ന് പറയുമ്പോൾ ഉള്ള ഓർമ്മ എല്ലാവർക്കും ഒന്നായിരിക്കണമെന്നില്ല. പിന്നെ പുതിയ കോളേജാണെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, ആസ് എ സ്റ്റുഡൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കയറിയേഴ്സ് എൻ്റെ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് സ്റ്റാഫായിട്ട് കയറിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ലോട്ടറി അടിച്ചിട്ട് ലേറ്റ് കമർ. വെക്കിട്ടിപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചന്ദ്ര ടീച്ചർ വന്നിട്ടുണ്ട്. ചന്ദ്ര ടീച്ചറിനെ ഒരു പൊന്നാട അണിയിച്ച് രമാദേവി ആദരിക്കുന്നതായിരിക്കും. I still remember the day when I came as the HOD of the department in 1990, when I saw the principal, Dr. Ravi Sarji. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഗോവർദ്ധൻ സാറിനെ ഗോവർദ്ധൻ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊരു ആദരവ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നും കഴിഞ്ഞ ഞാൻ 95 റിട്ടയർ ചെയ്തു. അതിന് മുമ്പേ 30 കൊല്ലത്തോളം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇത്രത്തോളം നോൺ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആൾക്കാർക്ക് അതിനെ കാണാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. ഞാൻ ക്ഷമിക്കണം, ജമീല ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഗതൻ പൊന്നാട അറിയിക്കുന്നതായിരിക്കും. We have lots of stories and stories to say. But as teachers, we always appreciate some of our students who have distinctly achieved something apart from the hierarchical positions and the the achievements that they have. We have a special guest here, is Dr. Kunjaliya Isaac. Please come. Please come. വെറുതെ ഇരുന്നാൽ പ്രായം കൂടും, ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പ്രായം കുറയും. അതൊരു പ്രൈസ് ഞാൻ തന്നെയാണ് വാങ്ങിക്കുന്നത്. എന്റെ വില വന്ന് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് കെ.വി. തോമസ്. പ്ലീസ്.
തൃശ്ശൂരിൽ സാറ് ഇവിടുന്ന് വന്നു. അവിടെ തന്നെ അടുത്ത കോർഡിനേറ്ററെക്കാട്ടും ഭയങ്കര ക്ലാസ് ഫോട്ടോഗ്രാഫി. അതെന്റെ അനുഭവം അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പ്ലീസ്. I'm really glad that I could be here. And I spoke to Sugadan about this, and I told him that I will be going back to the States next month. And so we arranged this as early as possible. I'm going to be singing a song, and it came to my mind that when I was a student in engineering college, I was planning to have arts and painting. And so I approached the principal, and he allowed, so we started an arts club. I invited RVJ man on the Sappangalkar and എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. എന്നിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അതുകൊണ്ടാണ് വന്നത്. ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആർക്കില്ല എന്നുള്ളത്. പിന്നീട് പാസ്സായി കഴിഞ്ഞ് ഒരു വർഷം ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതോടെ എനിക്ക് മനസ്സിലായി അന്ന് മാർക്കറ്റിങ്ങിലായിരുന്നു ജോലി കിട്ടിയത്. ഈ മാർക്കറ്റിംഗ് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് റിസൈൻ ചെയ്താണ് അധ്യാപകനായി വരുന്നത്. കോഴ്സിന് ആദ്യത്തെ സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ എനിക്ക് പഠിപ്പിക്കാൻ പലരും ഇവിടെ ഇരിക്കുന്നവരെ എനിക്കറിയില്ല. എനിക്ക് ശേഷം ജോയിൻ ചെയ്തവരാണ്. കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം. എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ട്. പക്ഷേ എൻ്റെ രണ്ട് സാറന്മാരും ഉണ്ട്, രവിമാർ സാറും ജോർജ് സാറും. അവരെന്നെ പഠിപ്പിച്ചു. ഇന്നിവിടെ കാണാൻ പറ്റുന്നതാണ് ഭയങ്കര സന്തോഷമുണ്ട്. ഈ അവസരം ഒരുക്കിയ ജോസഫ്, സുരേന്ദ്രൻ എല്ലാവരോടുള്ള നന്ദി ആദ്യമായിട്ട് പ്രകാശിപ്പിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മനുഷ്യരെ കാണുന്ന മനുഷ്യർ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടിയതിനകത്ത് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തെ സ്തുതി പറയുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ ഒരു ജീവശ്വാസം പോലെ. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ, എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ഓൺലി. വളരെ കുറച്ച് കാലം മാത്രമേ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ. 1968 to 74. Thank you very much. And thank you for the conversation. Chandrasekharan was Rajaram's son, was enjoying your future. Chandrasekharan said, "Don't worry, give it to me." So I gave it to him. And I took the game. And Chandrasekharan changed my name to his name. And when I discovered, അതുപോലെ ഒരു സേഫ്ഗാർഡ് ഈ ഗ്രൂപ്പിൽ ആർക്കും പേര് പറയാൻ പറ്റുമോ? സി കൃഷ്ണൻ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ട്രിവാൻഡ്രം കോളേജിൽ ആകെ 6 മാസം ഉണ്ടായിരുന്നു. 1966 ഡിസംബർ മുതൽ ഈ ഗ്രൂപ്പ് വിജയിച്ചു തീരുമാനിക്കാം. ഈ കാണുന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ എല്ലാം മിക്കവാറും ഇവിടെ ഇരിക്കുന്ന 80% ആൾക്കാരുടെയും പേര് ഇപ്പോഴും ചോദിച്ചാൽ ഇതാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പേര് പറയും. അത്രത്തോളം ഓർമ്മയുണ്ട്. എല്ലാവരോടും അടുത്ത പരിചയമുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിട്ടല്ല, ഒരു 11 വയസ്സായ ഒരു കുട്ടിയായിട്ട് ഞാൻ മാറുകയാണ്. അതായത് ഇന്നിന്റെ പ്രായം 89 വയസ്സും 3 മാസം. പോകാം പോകാം പൊന്നരുജ, പോർക്കളമല്ലേ കാണുന്നു, ഞങ്ങൾ കണിയിട്ടവിടെത്താം, നാട്ടിന് വേണ്ടി
പടവെട്ടാം. നാം ഇന്നെല്ലാം കുഞ്ഞുങ്ങൾ, നാളെ പക്ഷേ പൗരന്മാർ. ചുട്ടയിലടിമകളായി പോയാൽ ചുടല വരയ്ക്കതു നന്നല്ല. ചട്ടം ചട്ടം നാടെല്ലാം നാട്ടിലിരുന്നു ഭരിക്കട്ടായി. നാം മതിയെന്നു പറഞ്ഞെന്നാൽ അരിശം കൊണ്ട് ചൊരിക്കാനേ മറുനാട്ടാൽ കണ്ട അവകാശം. ഒരു മണിയാണ് നമ്മളെ ഒരു മണിക്ക് അതുകൊണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരം ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റും കൂടി എടുത്തോണ്ട് പോകും. വഴിക്കിരിക്കാനാണ്. അതായത് ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായ 70 സംവത്സരം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ആ 80 വയസ്സിൽ കഴിഞ്ഞവരാണ്. അത് ദൈവത്തിന്റെ ഒരു ദാനമാണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രേസ് പീരീഡാണ്. അതുകൊണ്ട് ആദ്യമേ ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. വലിയ അസ്വസ്ഥതകളും എല്ലാം മറന്ന് ഈ ഫംഗ്ഷന് പങ്കുചേർന്ന് എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ ഒന്ന് വിളിക്കാം. വേണ്ട ഓക്കെ. CET 18 plus. Looking below. Zero.